വിരമിക്കുന്ന ദിവസമായിരുന്നു. അപ്പം റാങ്ക് ലിസ്റ്റ് വരുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഇതേ ദിവസം തന്നെ വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഞാൻ ആ ഒരു പടിയിറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുമ്പോഴാണ് മോള് എനിക്കൊരു സർപ്രൈസ് തരാനാണ്, എൻ്റെ റിട്ടയർമെൻറ്റ് സർപ്രൈസ് ആയിട്ടാണ് അവൾ ആ ഒരു റാങ്ക് ലിസ്റ്റ് കോപ്പിയായിട്ട് സ്കൂളിലേക്ക് വന്നത്. എൻ്റെ 34 വർഷത്തെ സർവീസ് അന്ന് പടിയിറങ്ങുന്ന സമയം മോള് ഈ ഒരു പടി ചവിട്ടാനുള്ളൊരു ഉറപ്പ് ആക്കുന്ന ദിവസമായിരുന്നു. അതെനിക്ക് വലിയ ഒരു അനുഭവമായിട്ട് തോന്നി. അധ്യാപികയായിരുന്ന അമ്മ വിരമിക്കുമ്പോൾ മകൾ അധ്യാപികയാകാനുള്ള തയ്യാറെടുപ്പിന്റെ ആദ്യ പടി ചവിട്ടുകയാണ്. മെയിൻ ലിസ്റ്റില് 540 ഞാൻ പറഞ്ഞില്ലേ. അമ്മ ലേഖാകുമാരി, മകൾ രുഗ്മ. ഇന്നലെ രണ്ടുപേർക്കും ഒരു മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. വിരമിക്കുന്ന ദിവസമായിരുന്നു. അപ്പം റാങ്ക് ലിസ്റ്റ് വരുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഇതേ ദിവസം തന്നെ വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഞാൻ ആ ഒരു പടിയിറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുമ്പോഴാണ് മോള് എനിക്കൊരു സർപ്രൈസ് തരാനാണ്, എൻ്റെ റിട്ടയർമെൻറ്റ് സർപ്രൈസ് ആയിട്ടാണ് അവൾ ആ ഒരു റാങ്ക് ലിസ്റ്റ് കോപ്പിയായിട്ട് സ്കൂളിലേക്ക് വന്നത്. എൻ്റെ 34 വർഷത്തെ സർവീസ് അന്ന് പടിയിറങ്ങുന്ന സമയം മോള് ഈ ഒരു പടി ചവിട്ടാനുള്ളൊരു ഉറപ്പ് ആക്കുന്ന ദിവസമായിരുന്നു. അതെനിക്ക് വലിയ ഒരു അനുഭവമായിട്ട് തോന്നി. ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവമാണ്. അത് അവൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അവൾ എന്നെ തേടി അങ്ങ് തന്നെ സ്കൂളിൽ എത്തി എനിക്ക് സർപ്രൈസ് തന്നത്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കൊച്ചുകുട്ടികളായിരിക്കും, നമ്മളെല്ലാം അധ്യാപകരാകാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഞാനും അങ്ങനെയായിരുന്നു. അമ്മ പറഞ്ഞിട്ട് തന്നെയാണ് DLEDന് ചേർന്നതും. അപ്പോഴും അമ്മ റിട്ടയർ ആവുന്ന ദിവസം ആ ഒരു റാങ്ക് ലിസ്റ്റ് വന്നത് വല്ലാത്തൊരു മീനിങ് ഫുൾ കോയിൻസിഡൻസ് എന്നൊക്കെ പറയുന്ന പോലെ. എൻ്റെ ഫിയാൻസി ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ ഫിയാൻസിയാണ് പറഞ്ഞത് അമ്മയെ സർപ്രൈസ് ചെയ്യിക്കാൻ ഞങ്ങൾക്ക് സ്കൂളിലോട്ട് പോവാമെന്ന്. അങ്ങനെ പോയി. ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു, ഒരു ക്ലൗഡ് 9 മൊമെൻ്റ് എന്നൊക്കെ പറയില്ല, അതുപോലെ. പിന്നെ എക്സാം കുറച്ച് ടഫ് എക്സാം ആയിരുന്നു, LPSC പൊതുവെ. അപ്പോഴും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എനിക്ക് ഇങ്ങനെ ഒരു റാങ്ക് കിട്ടും, അതും സെക്കൻഡ് റാങ്ക്, ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ സെക്കൻഡ് റാങ്ക് കിട്ടുമെന്ന്. ഉപദേശം കൊടുക്കുമെന്ന് പറഞ്ഞാൽ ക്ലാസ്സിലെ കുട്ടികളെ എല്ലാവരെയും ഒരേ കാഴ്ചപ്പാട്, അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പാലിച്ചു വന്നത്. മകളെന്നോ ബന്ധുവെന്നോ അന്യകുട്ടി, എല്ലാവർക്കും ഒരേ ഒരു കാഴ്ചപ്പാടോടുകൂടി വിനയത്തോടു കൂടി പെരുമാറണം. അമ്മയെ കണ്ടാണ് ഞാൻ ചെറുതിലെ വളർന്നത് തന്നെ. അമ്മ പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെയാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 10th വരെ ഞാൻ അവിടെ തന്നെയായിരുന്നു. അമ്മയെ പോലെ തന്നെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത്, അമ്മ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കുട്ടികളെ ഒരുപോലെ, ഒരു പാർഷ്യാലിറ്റിയും കൂടാതെ ഒരുപോലെ കണ്ട്